പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്റർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ഒപ്പം നിങ്ങളുടെ പുതിയ തുടക്കത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. സത്യം പറഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ, അതായത് നിങ്ങളുടെ ഈ ജെൻസി കുട്ടികളോട് കുറേ നേരം ഉപദേശിക്കുക എന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊരു ഉപദേശമല്ല, നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ആലോചിച്ചത് കഴിഞ്ഞ 10-12 വർഷം സ്കൂളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും യൂണിഫോം ധരിച്ചു പോകണം, ടൈം ടേബിൾ ഉണ്ടാവും. ആ ഒരു കാലത്ത് നിന്നാണ് നിങ്ങളിപ്പോൾ മാറിയിട്ട് ഒരു കോളേജിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഇവിടെ യൂണിഫോം ഇല്ല, അന്തരീക്ഷം മാറുന്നു, നിങ്ങളുടെ രീതികൾ തന്നെ മാറുകയാണ്. നിങ്ങൾ ജെൻസി കുട്ടികളാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അടുത്ത ആൽഫയിലേക്ക് വരുന്ന കുട്ടികളാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ഇന്റർനെറ്റും പിന്നെ സ്മാർട്ട് ഫോണും മാത്രം കണ്ടു വളർന്നവരാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷവും നമ്മുടെ കോളേജിൽ ചേർന്നെടുത്തത് അല്ലാത്ത വിദ്യാർത്ഥികളുടെ ഭാവിയിൽ അനന്തമായ സാധ്യതകൾ നൽകുന്ന ഒരു പഠന രീതിയാണ് 4 വർഷ ബിരുദ കോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.വി. റീജ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ കെ. രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സംബന്ധിച്ച സമഗ്രമായ അവബോധം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടിയിൽ FYUGPയുടെ സവിശേഷതകൾ, 4 വർഷ ബിരുദ പഠനക്രമം, മേജർ മൈനർ കോഴ്സുകൾ, മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സംവിധാനം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വിശദമായ അവബോധം നൽകി. NSS, NCC, റെഡ് ക്രോസ്, ലൈബ്രറി, സ്കോളർഷിപ്പ് പദ്ധതികൾ, കൌൺസിലിംഗ് സംവിധാനം, ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി, ആന്റി റാഗിംഗ് സെൽ, ആന്റി ഡ്രഗ് സെൽ എന്നിവ ഉൾപ്പെടെയുള്ള കോളേജിലെ വിവിധ വിദ്യാർത്ഥി പിന്തുണ സംവിധാനങ്ങളും പരിചയപ്പെടുത്തി. PTA വൈസ് പ്രസിഡന്റ് NK സീമ, IQAC കോർഡിനേറ്റർ AV മിഥുൻ, കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി PU മിഥുൻ എന്നിവർ സംസാരിച്ചു. FYUGP കോർഡിനേറ്റർ A സബിത സ്വാഗതവും കോളേജ് സൂപ്രണ്ട് V വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.